ഏത് കിച്ചണിലേക്ക് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിന്റെ മുകളിൽ ഇത്തരത്തിലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു വോം ലൈറ്റ്. അത് മൊത്തത്തിൽ ഈ ഒരു കിച്ചന്റെ ആ ഒരു ആംബിയൻസിനെ അല്ലെങ്കിൽ എലഗൻസിനെ ഒക്കെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട ഗ്ലാസ് ഫിനിഷ് കിച്ചണിൽ നിന്ന് ഈ PU കിച്ചണിലേക്ക് വരുമ്പോൾ മൾട്ടിവുഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ അതുപോലെയൊക്കെ തന്നെയുള്ള സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള, അത്രയും പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. എന്നാൽ ഒരു സാധാരണ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒട്ടും മോശം വരാത്ത മെറ്റീരിയലുകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ PU കിച്ചണ് ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പെയിന്റുകൾ, ഈ കളേഴ്സ്, നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കളേഴ്സ് കിട്ടും. അതേസമയം ഗ്ലാസ് ഫിനിഷ് ആകുമ്പോൾ ഒരു 8 കളേഴ്സിനുള്ളിൽ നമ്മുടെ ഓപ്ഷൻസ് പരിമിതമാണ്. ഇതിലേക്ക് വരുമ്പോൾ കുറച്ചധികം കളേഴ്സ് കിട്ടും. ഡ്രോയേഴ്സ്, അതായത് സ്റ്റോറേജ് സ്പേസുകൾക്കും ഒട്ടും കുറവ് വരുന്നില്ല. ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളുണ്ട്, ഓപ്പൺ സ്റ്റോറേജ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്ലാസ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കിച്ചൺ ഏരിയ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഏരിയ മതി. അവിടേക്ക് ഒരുപാട് പണം സ്പെൻഡ് ചെയ്യേണ്ടതില്ല. ഒരു ബേസിക് ലെവൽ സ്ട്രക്ചർ മതി എന്നാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഒന്ന് കണ്ടു നോക്കാം. ലാമിനേറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബേസ് മോഡൽ കിച്ചണിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കിച്ചൺ ഏരിയ വളരെ കുറവാണ്, വളരെ കുറഞ്ഞ സ്ഥലത്ത് എന്നാൽ ഭംഗിയായിട്ട് ഒരു കിച്ചൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കിച്ചൺ മോഡൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്ഥലത്താണ് നമ്മളുടെ സ്റ്റൗ വെച്ചിട്ടുള്ളത്. അതിൻ്റെ താഴെ തന്നെ സ്റ്റോറേജ് സ്പേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ കിച്ചണുകളിലൊക്കെ കണ്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ലൈറ്റിംഗ് ആണെങ്കിലും അത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു കിച്ചണിലേക്കും കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഒരു റോളിംഗ് ഷട്ടർ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് മിക്സി പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി അതല്ല പാത്രങ്ങളാണെങ്കിൽ, ഗ്ലാസ്സുകളാണെങ്കിൽ എല്ലാം ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ പാർട്ടീഷൻസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹൈറ്റ് കൂട്ടുകയോ ഹൈറ്റ് കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കസ്റ്റമൈസ് ചെയ്യുന്നത്.